ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ. ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഭാമാർവാമലയുടെ ചോട്ടിൽ സാഫല്യം നേടി നേടിയോരെല്ലാം. തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. കാലപ്പഴക്കത്താൽ മാറ്റാൻ കഴിയുമോ ബിലാലിൻ സുന്ദര ബാങ്കുലികൾ? ഖുറാന്റെ കുളിരിടും വാക്യങ്ങളെന്നോടെ കരളിലെ കറകൾ കഴുകിടുന്നു. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ. തിരുനബിയുര ചെയ്ത സാരോപദേശങ്ങൾ അരുളത്തിഹ പരാനുഗ്രഹങ്ങൾ. തിരുനബിയുര ചെയ്ത സാരോപദേശങ്ങൾ അരുളത്തിഹ പരാനുഗ്രഹങ്ങൾ. എന്നെ പുണരുന്ന പൂനിലാവേ പുണ്യറസൂലിൻ തിരുവൊളിയേ, അല്ലാഹുവേ നിന്നരുളൊന്നു മാത്രം തള്ളല്ലേ നീ എന്നെ തമ്പുരാനേ. ആയിരം കാതമകലയാണെങ്കിലും മായാതെ മക്ക മനസ്സിൽ നിൽപ്പൂ. ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഭാമാർവാമലയുടെ ചോട്ടിൽ സാഫല്യം നേടി നേടിയോരെല്ലാം. സാഫല്യം നേടി നേടിയോരെല്ലാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സഞ്ജയ്, ഭയങ്കര ഡിവൈൻ ഫീൽ ആയിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ നീ വല്ലതും ഇവിടെ അറിഞ്ഞോ? കുറച്ചു മുന്നേ ഇവിടെ മാർക്സ് റിവീൽ ചെയ്തു. ഈ ഇവിടുത്തെ ക്യാപ്റ്റൻ ഇവിടെ ഉണ്ടായില്ലല്ലോ. അവർ കേറി വരുന്നുണ്ടെന്ന് അറിഞ്ഞു, കടത്തി വെട്ടിട്ടില്ല. പക്ഷെ കേറി വരുന്നുണ്ട്. വന്നോട്ടെ, കുഴപ്പമില്ല, വൈകാതെ വന്നോട്ടെ, നമ്മളെ പിന്നെയും കയറി പോകും. ഓ, അതെ, ആ ക്യാപ്റ്റൻ നിന്നെ നോക്കുന്നു. കൊടാനല്ലേ പറ്റൂ. ആഗ്രഹം തീർക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം. ഓക്കെ, ശരത് സർ. സഞ്ജയ് സാറേ, കാര്യങ്ങൾ പറയൂ സഞ്ജയ്, കേക്കട്ടെ. ഇത് ഹർഷബാഷ്പം എന്ന് പറഞ്ഞ മൂവിയിലെ സോങ് ആണ്. അതുപോലെ ഈ ലിറിക്സ് എഴുതിയത് ഖാൻ സാഹിബ് സാറാണ്. അതുപോലെ കമ്പോസ് ചെയ്തത് എനിക്ക് അർജുന മാഷാണ്. പാടിയത് യേശുദാസ് സാറാണ്. മോനെ ചക്കരെ, പണ്ടൊക്കെ ഈ ഇത്രയും ഇപ്പോൾ ഈ മതം ജാതി എന്ന് പറഞ്ഞ് ഈ കിടന്ന് അടികൂടലൊന്നും പണ്ടൊന്നും ഇല്ലായിരുന്നു മനുഷ്യരുടെ ഇടയിൽ. എല്ലാവരും ഒരുപോലെ, എല്ലാവരും അത് ഏതാണെങ്കിലും നമ്മൾ ജനിച്ചു പോയ മതം എന്ന് പറഞ്ഞിട്ട്
അതിൽ വിശ്വാസം അത്രേ ഉള്ളൂ. ദൈവം എല്ലാം ഒന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാനിത് ഷാൻ്റെ അടുത്ത് പറഞ്ഞത്, പണ്ടൊക്കെ ഈ ദാസേൻ്റെ ഗാനമേള നടക്കുമ്പോൾ അവിടെ ഇപ്പോൾ പാട്ട് കേൾക്കുമ്പോൾ അതിപ്പോൾ ഏത് പാട്ടാണെങ്കിലും ഇപ്പോൾ ഇടയ കന്യകയെന്ന് തുടങ്ങുമ്പോൾ ജനങ്ങളെല്ലാം കൂടെ കയ്യടി. ശബരിമലയിൽ അത് അമ്മയുടെ ഈ പാട്ട് പാടും എല്ലാവരും കൂടെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ സംഗീതത്തിനാണ്, സംഗീതം കൊണ്ട് ഒരു ഒത്തുമയായിരുന്നു പണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയുള്ള ജനറേഷനെങ്കിലും ഇതിൻ്റെ പേരിൽ അടിയുണ്ടാക്കാതിരിക്കട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. മോനെ നന്നായിട്ട് പാടിയതാണ്. പിന്നെ എനിക്കുള്ള ചില ഡൗട്ടുകൾ നീ ക്ലിയർ ചെയ്ത് തരണം. എല്ലാം നിന്നെ വിടത്തിൽ 1000 ഗാനം അകലെയാണെങ്കിലും അത് നന്നായിട്ടാണ് പാടിയത്. പക്ഷെ അതിൻ്റെ ഒറിജിനൽ വേറൊരു സാധനം കൂടി ഇല്ലേ, അതൊന്ന് പാടി കേൾപ്പിക്കാമോ? അകലയാണെങ്കിലും ഓക്കേടാ, രണ്ടും ഓക്കെയാണ്, രണ്ടും ഈശ്വരനാണ്. ഞാനൊന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. പിന്നെ ചക്കരെ ഖുറാന്റെ കുളിരിലും അതൊന്ന് പാടാമോ? ഖുറാന്റെ കുളിരിടും വാക്യങ്ങൾ എന്നൂടെ കരളിലെ കറകൾ. അത് കാറയല്ലടാ, കറകൾ. കരളിലെ കറകൾ, കരളിലെ കറകൾ കഴുകിടുന്നു. തിരുനബി ഉര ചെയ്ത സാരോപദേശങ്ങൾ അതൊന്ന് പാടാമോ? അത് മുകളിൽ കഷ്ടമായതുകൊണ്ടാണ് നീ അങ്ങനെ. അതൊന്ന് പാടാമോ ഇപ്പൊ കൃത്യമായിട്ട്? തിരുനബിയുര ചെയ്ത അതിനൊരു അതൊക്കെ കൃത്യമായിട്ട് വന്നില്ല, അവിടെ തന്നെ നിന്ന് പോയി. അതൊക്കെ ഇതിലൊരു സുഖമുള്ള ഏരിയകളല്ലേ, നല്ല എന്താ പറയുക, നല്ലൊരു ഒരു നമുക്ക് ആരുടെ മനസ്സിലാണെങ്കിലും ഒരു സമാധാനം. അത് മതമൊന്നും ജാതിയൊന്നും ഇല്ലടാ, അത് നമുക്ക് തരുന്ന ഒരു വൈബ്, അതൊരു മനസമാധാനമാണ്. ഒരു ദൈവത്തെ നമുക്കെല്ലാം ദൈവത്തിനെ കാണാൻ പറ്റുന്നൊരവസ്ഥയാണ്. അത് നന്നായിട്ട് തന്നെ പാടി. ഇത് മാത്രമേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നുള്ളൂ, അത് നീ ക്ലിയർ ചെയ്തു. സന്തോഷം. മോന് ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. താങ്ക് യു സർ. ഇത് വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു സോങ്ങാണ്. കാരണം ഞാൻ എത്രയോ പ്രാവശ്യം നമ്മുടെ ഗൾഫ് ഷോയ്ക്കൊക്കെ പോകുമ്പോൾ ഫസ്റ്റ് സോങ് ഇതാണ്, 1000 ഗാനം. അതിനുശേഷം പിന്നെ ഞാനൊരു കാര്യം ചെയ്തു, അങ്ങനെയാണെങ്കിൽ എനിക്ക് തന്നെ ഒരു പാട്ടങ്ങ് ചെയ്താൽ എന്താ എന്നൊരു തോന്നൽ തോന്നി. അങ്ങനെ അബ്ദുള്ള എന്ന് പറഞ്ഞൊരു വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞൊരു 10 പാട്ടൊരു കാസറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു, ഞാനോ? അണ്ണാച്ചി വയ്ക്കുന്നല്ലോ. ഓ മീ ഞാനോ? അല്ല, ഞാൻ ചെയ്താൽ ശരിയാവോ? ഇത് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ആരെഴുതണം നോക്കിയപ്പോഴത്തേക്ക് തൊട്ടപ്പുറത്തെ റൂമിൽ വേറൊരു പടത്തിൻ്റെ കമ്പോസ് ചെയ്യണമെന്ന് വിച്ചു തിരുമല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് മതി. അപ്പോൾ അദ്ദേഹം ഗൾഫിൽ നിന്ന് വരികയാണ്. അദ്ദേഹത്തിന് അങ്ങനെയൊന്നുമില്ല, ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹിന്ദു, ഒരു മുസ്ലിം, ഒരു ക്രിസ്ത്യാനി അങ്ങനെയൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു എനിക്ക് 6-7 പാട്ട്, നല്ല പാട്ട് വേണം, അത്രയേ ഉള്ളൂ. ഞാൻ നോക്കിയിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല, എവിടെ തുടങ്ങണം. പിന്നെ അങ്ങനെ ഒരു റൂട്ടിങ്ങിൽ ഞാൻ ചുമ്മാ 2 ട്യൂൺ പാടി. പെട്ടെന്ന് ബിച്ചുവേട്ടൻ അതിമനോഹരമായിട്ട് അതിന് ലിറിക് എഴുതുന്നു. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ഷവ്വാലിൻ പിറ കാണും വരെയും തെറാബി നമസ്കാരം. ഇസ്ലാം മതവിശ്വാസമോട് 5 നമസ്കാരം. അല്ലാഹുവിനാരാധന നിത്യ നമസ്കാരം. ചന്ദ്രത്തുണ്ടിൻ പൊൻപിറ കണ്ടൊരു റംസാൻ നോമ്പ് മുതൽ ഷവ്വാലിൻ പിറ കാണും വരെയും തെറാബി നമസ്കാരം. അങ്ങനെ എൻ്റെ പാട്ട് മറിഞ്ഞ് ഇതിൽ നിന്നൊരു ഷിഫ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സ്വിച്ച് നേരെ ആ പാട്ടിലോട്ട് കയറി. പക്ഷെ എന്നാലും ഈ പാട്ടിനെ മറികടക്കാൻ ഒരു പാട്ടും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം മോൻ നന്നായിട്ട് പാടി, നല്ല സെലക്ഷനാണ്. പിന്നെ ഈ മായാതെ ഇപ്പൊ അണ്ണാച്ചി പാടിച്ച വേറൊരു സ്ഥലത്ത് പാടിച്ചതിന്റെ അതേ നോട്ട്സ് തന്നെയാണ്. അതെ, ഒന്ന് പാടിക്കും. മായാതെ അതെ, സംഗതികൾ
അതില്ല. എന്നാ പിന്നെ കുറച്ച് സ്വരവും കൂടെ ആവാം. അതായത് അവിടാണ് അതിന്റെ ഫീൽ. മായാതെ മനസ് അതാണ്. അതുപോലെ തന്നെ ലക്ഷങ്ങളെത്തി ഒരു ബ്രൈറ്റ്നസ് വേണം. ലക്ഷങ്ങളെത്തി നമിക്കും മദീന അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം. ഓക്കെ, അത് പിന്നെ അതിനുശേഷം മാറ്റാൻ കഴിയുമോ ബിലാലിൻ, അവിടെ കുറച്ച് സ്ട്രെയിൻ ഫീൽ ചെയ്യുന്ന പാടണ്ട. പിന്നെ എന്താ പാടിയേ? തിരുനബിയുര ചെയ്ത തിരുനബിയാണോ? നബീന്നാണ്, പക്ഷെ പറയുമ്പോ തിരുനബി ആ ഒരു ചെറിയൊരു സ്ലാങ്ങിന് വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നമ്മൾ പറയില്ല. തിരുനബി തിരുനബി ആ ഒരു ഇതിന്റെ ഇടയ്ക്ക് പോകും. നന്നായിട്ട് പാടി ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് നോക്കിയാൽ മതി. അത്രേ ഉള്ളൂ. ചേച്ചി സഞ്ജയ്, നല്ല സോങ് സെലക്ഷൻ. പിന്നെ ഈ പാട്ട് നമ്മളൊക്കെ ഇപ്പം ഇത് പുരുഷന്മാരാണ് പൊതുവെ വേദിയിൽ പാടി കേട്ടിട്ടുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ഈ പാട്ട് പല വേദികളിലും പാടാറുണ്ട്. അപ്പം അത്രയും എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. നല്ല മനോഹരമായ ഒരു ആംബിയൻസ് ആണ് ശരിക്കും. ഇപ്പം ബാക്ക് ഡ്രോപ്പിൽ നോക്കുമ്പോൾ ഗ്രാഫിക്സും പിന്നെ ഇതിൻ്റെ കൂടെ നമ്മുടെ സൂപ്പർ ഓർക്കസ്ട്ര കൊടുത്ത ഒരു മാജിക്കൽ ഫീലും എല്ലാം കൊണ്ടും മനോഹരമായി പാട്ട്. പിന്നെ ആ ലാസ്റ്റിലത്തെ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടുള്ള ഒരു വിരുത്തം പോലെ പാടിയതും നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് പാട്ടിലില്ല എന്നുള്ളത് നമുക്കറിയാം, പക്ഷെ എന്നാലും അത് മോൻ്റെ സ്വന്തം ഐഡിയ ആണോ? ഞാൻ പറഞ്ഞു അങ്ങനെ അത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു സാറോടൊപ്പം. നൈസ്. അതൊക്കെ നന്നായിരുന്നു, വളരെ നന്നായിരുന്നു പാടിയത്. എനിക്കിതിൽ ഒരു ചരണത്തിൻ്റെ എൻഡിൽ അവിടെ ഒരു ചെറിയ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നാണ് ഞാൻ എൻ്റെ ഓർമ്മയിൽ. തള്ളല്ലേ നീ എന്നെ തമ്പുരാനെ, എങ്ങനെയാ പാടിയത്? തള്ളല്ലേ നീ എന്നെ അങ്ങനെ പാടിയത്. ഞാൻ കേട്ടതില് തള്ളല്ലേ നീ എന്നെ തമ്പുരാനെ ഇങ്ങനെ. ഞാനും വേറൊരു വേർഷൻ കേട്ടത്, ദാസങ്കൾ പാടി കേട്ടത് അങ്ങനെയാണ്. അപ്പം പെട്ടെന്ന് എനിക്ക് അതാ തോന്നിയത്. ഇപ്പം പല പല രീതികളിൽ പാടാറുണ്ട് ഈ പാട്ട്. അതെന്ന് വെച്ചാൽ എല്ലാവർക്കും അത്രയും ഇഷ്ടമുള്ളൊരു പാട്ടായതുകൊണ്ട് അവരവരുടേതായ രീതിയിൽ അത് പാടി വരാറുണ്ട്. എന്തായാലും മനോഹരമായിട്ട് പാടി, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. എന്തായാലും എല്ലാവിധ അനുഗ്രഹങ്ങളും. ഗോഡ് ബ്ലെസ്. ക്യാപ്റ്റൻ സഞ്ജയ് നന്നായിട്ട് പാടി. ഈ പറഞ്ഞ പോലെ ആ ഒരു ഫീൽ ഭയങ്കരമായിരുന്നു. അത് ശരിക്കും നന്നായിട്ട് തന്നെ അത് സഞ്ജയ് റീക്രിയേറ്റ് ചെയ്തു. സഞ്ജയ്, അതിന് ഹാറ്റ്സ് ഓഫ് കേട്ടോ. വളരെ മൈന്യൂട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് ഇവർ പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ മാപ്പിള പാട്ടിൻ്റെ ഈ കുറേ പ്രൊനൗൺസിയേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ നബി അത് നായും അല്ല നെയ്യും അല്ല, തിരുനബി ആണ് പറയുക. അപ്പം അങ്ങനെ കുറച്ച് അത് ശരിക്കും അത് ആഴത്തിൽ നമ്മളൊന്ന് കേൾക്കണം, എന്നാലാണ് അത് മനസ്സിലാവുക. ഈവൻ അള്ളാഹു എന്ന് പറയുന്നത് പോലും പ്രോപ്പർ അള്ളാഹു പലർക്കും കിട്ടില്ല. അള്ളാ എന്ന് പറഞ്ഞ വാക്ക് കിട്ടില്ല. അത് ചിലർ അള്ളാഹു എന്ന് പാടുന്നത് കേട്ടിട്ടുണ്ട്, ഈ കട്ടിയുള്ള ലാ പാടുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അള്ളാ കൃത്യമായിട്ട് ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ വേറെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നില്ല സഞ്ജയ്. നല്ല രസമുണ്ടായിരുന്നു, നല്ലൊരു ഡിവൈൻ ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ, ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ് സഞ്ജയ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ ലീഡർ, മാർക്സ് ചോദിക്കാം. ശരത് സർ. സഞ്ജയ് സാറേ, ചക്കര നിനക്ക് ഞാൻ 8.9 മാർക്ക്. താങ്ക് യു സർ. എം ജി സർ 8.9. താങ്ക് യു സർ. ചേച്ചി. സഞ്ജയിന്റെ മാർക്സ് ഇതാ ഗാനക്കുടത്തിലേക്ക്. ഓക്കെ, സോ ടോട്ടൽ 17.8. ഓക്കെ.